അയ്യോ. കാസിം, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ സർക്കാരിന്റെ കൂട്ടുകാരനായിട്ടുണ്ട്. ദൈവം പോലും അറിയാതെയാണ് നമ്മൾ സാഗറിന്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. എന്നിട്ടും സാഗറിന്റെ കാറിന്റെ പിറകെ കസ്റ്റംസുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം. കാസിമേ, പറഞ്ഞ കേട്ടല്ലോ, സൂക്ഷിക്കണം. സ്വർണ്ണ ബിസ്ക്കറ്റ് ചുമ്മാരടാ. നമ്മുടെ ഓഫീസർ എവിടെ? പോയോ? പോയല്ലോ. ഒന്നുകൂടി. ധോണി, ഈ ജാക്കറ്റിൽ എത്ര രൂപയുടെ സ്വർണമുണ്ടെന്ന് നിനക്കറിയാമോ? 12 ലക്ഷം രൂപയുടെ സ്വർണമുണ്ട്. ഇത്രയും സ്വർണം രാവും പകലും ഡ്രൈവ് ചെയ്ത് എല്ലാ റിസ്കും കവർ ചെയ്ത് ചെങ്കോട്ടയിലുള്ള അമീർ സാഹിബിന് എത്തിച്ചു കൊടുത്താൽ നമുക്കെന്ത് കിട്ടും? 10,000 രൂപ കിട്ടും. 6 ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ സുഖമായി ജീവിച്ചൂടെ? കാസിം, ഈ ശേഖരൻകുട്ടിയും ജാക്കിയും പണക്കാരായത് നേരായ വഴിക്കൊന്നുമല്ല. കാസിം, നമുക്ക് ഈ സംസാരം എവിടെ വെച്ച് നിർത്താം. നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവും. നീ പേടിച്ചു പോയോ? ഇതുപോലെ പല പരീക്ഷണങ്ങളും ഉണ്ടാവും. നിന്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ലേ. ശേഖരൻകുട്ടി പറഞ്ഞ സർക്കാരിന്റെ കൂട്ടുകാരൻ നീയാണോടാ? ജോണി, നീ നോക്കി.